ചുരിദാറിൻ്റെ നമ്മൾ ടോപ്പ് കട്ട് ചെയ്തല്ലോ, സ്ലീവ് ഒന്നുകൂടെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് വേണ്ടുന്ന ഇറക്കം 15 ഇഞ്ച്. അപ്പോൾ 15 ഇഞ്ചാണ് എനിക്ക് ഇറക്കം വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ 15 മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ മൊത്തം 16.5 ഇഞ്ച്. എന്തിനാ 1.5 ഇഞ്ച് അടിമടക്കി തയ്ക്കാം കേട്ടോ. മൊത്തം 16.5 ഇഞ്ച്. എന്നിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ വരയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തുണി മടക്കിയിട്ടേക്ക് വന്ന് വിചാരിക്കുക. ഇങ്ങനെ നമുക്ക് ഇപ്പം ഞാനിവിടെ തുണി മടക്കിയിട്ടേക്കുന്നുണ്ട്. 2 കൈക്കും കൂടെ തുണി മടക്കിയിട്ടേക്കുവാണ് കേട്ടോ. 4 ഒരു ഭാഗം. ഇപ്പോൾ ഇറക്കത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി. 1.5 ഇഞ്ച് കൂട്ടുന്നത് അടിമടക്കി തയ്ക്കാനായിട്ട്. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ആം ഹോൾ കുഴിച്ചു വെട്ടത്തില്ലേ, അതിന് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് നോക്കാം. ചെസ്റ്റ് നമുക്ക് എത്ര കിട്ടിയേ? 41 എൻ്റെ ചെസ്റ്റ്. അതിൻ്റെ 10ൽ ഒരു ഭാഗം എടുക്കണം. ചെസ്റ്റിൻ്റെ 10ൽ ഒരു ഭാഗം എത്രയെന്ന് വെച്ചിട്ട് അതാണ് നമ്മുടെ ബോഡി വണ്ണം. അതായത് ചെസ്റ്റ് വണ്ണം കിട്ടിയേക്കുന്നത് 41. 41നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നതാണ്, അതാണ് നമ്മുടെ ആം ഹോളിൻ്റെ കുഴിച്ചു വെട്ടാനുള്ള ഈ ലെന്ത്, കൈക്കുഴി എന്ന് പറയും കേട്ടോ. അത് നമുക്ക് വന്നേക്കുമ്പോൾ 41നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 4.1 കിട്ടും അല്ലേ. 4.1. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഈ ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് 4.1 4 പിന്നെ ഒരു പോയിന്റ് 4 ഇഞ്ചും ഒരു പോയിന്റും കൂടെ മാർക്ക് ചെയ്ത് അതിനെ നമുക്ക് ഇങ്ങനെ ലൈൻ ചെയ്യാം. കണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആം ഹോൾ റൗണ്ട് എടുത്തല്ല, അത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 41നെ 4 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 41നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ അതാണ് ആം ഹോൾ. 41നെ 4 കൊണ്ട് ഹരിക്കുന്നതാണ് ഈ ആം ഹോൾ റൗണ്ട് കിട്ടട്ടെ. അപ്പോൾ നമുക്കിവിടെ കിട്ടുമ്പോൾ 41നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 10.4 കേട്ടോ. 10.4. അപ്പം 10.4 എടുക്കണം. അതായത് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഈ പോയിന്റ് ഇവിടെ കിട്ടിയല്ലോ, 4.1, അവിടെ വരെ നോക്കണം 10.4 അവിടെ കിട്ടുമോ ഇവിടെ. ഇപ്പം നമുക്ക് തുണി വീതിയിൽ എത്രയില്ല, നമ്മുടെ മറ്റേ തുണി മടക്കിയിടുമ്പോൾ നമുക്ക് അത്രയും കിട്ടും. ഞാൻ പടത്തിൽ നമുക്ക് അത്രയും ഞാൻ വരച്ചിട്ടില്ല. അപ്പോൾ 10.4 എവിടെ കിട്ടുന്നു അത്രയും മനസ്സിലാക്കുക. അപ്പം ഞാനിവിടെ കിട്ടി, ഇതാണ് നമ്മുടെ ആം ഹോൾ കുഴിച്ചു വെട്ടേണ്ട ഷേപ്പ്. കണ്ട ഇവിടുത്തെ വണ്ണം റൗണ്ട് എത്രയെന്ന് വെച്ചാൽ അത് കണ്ട. എന്നിട്ട് ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു സെൻറ്റർ കണ്ടാൽ മതി. ഇത് രണ്ടിൻ്റെയും കൂടെ സെൻറ്റർ കണ്ടിട്ട് കണ്ട 10.4ൻ്റെ സെൻറ്റർ കണ്ടതിന് ശേഷം 1/2 ഇഞ്ച് ഇങ്ങോട്ട് വരണം. ഫ്രണ്ട് കുഴിച്ചോട്ടത് പറയും. അന്നേരം നമുക്ക് ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഉണ്ടോ ഇങ്ങനെ വരും കേട്ടോ. ഇനി നമുക്ക് തുണിയിൽ കട്ട് ചെയ്ത് കാണിക്കാം. ബോഡി വണ്ണം അനുസരിച്ച് നമ്മുടെ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്ന രീതിയാണ്, എളുപ്പ വഴിയാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഇറക്കത്തോടു കൂടി 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. അതായത് സ്ലീവ് കട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ ജോയിൻ്റ് ഒന്നും ഇല്ലാതെ നമുക്കൊരു സ്ലീവ് കട്ട് ചെയ്യാം. ബോഡി വണ്ണത്തിൻ്റെ, അതായത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ അനുസരിച്ച് നമുക്ക് എളുപ്പം ഒരു സ്ലീവ് കട്ട് ചെയ്യുന്ന രീതി. അപ്പോൾ തുണിയെ ആദ്യം 2 വീതി, തുണിയുടെ വീതിയില്ലേ ഫുൾ വീതി
കാണുന്നില്ലേ? അതിനെ രണ്ടായിട്ട് മടക്കി, രണ്ട് കൈക്കും കൂടെ ചേർത്തെടുക്കുന്നതിന് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കുമ്പോൾ 4 മടക്ക് വരും. അപ്പോൾ ഓപ്പൺ വരുന്ന ഭാഗം നമ്മൾ ബോർഡ് വെട്ടിയതുപോലെ ഈ സൈഡിൽ വരണം. ഓപ്പൺ വരാത്ത ഭാഗം നമ്മുടെ സൈഡിൽ നിൽക്കണം. അതായത് കൈയുടെ ഈ ഭാഗം നിൽക്കും. ഇനി വേണ്ടത് നമുക്ക് ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 1.5 കൂട്ടണം. ആദ്യം നമ്മളിവിടെ 1.5 അങ്ങ് മാർക്ക് ചെയ്യാം. ആദ്യം 1.5 മാർക്ക് ചെയ്തതിന് ശേഷം അത് നമുക്ക് മടക്കി തയ്ക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കുക. എത്ര വേണ്ടേ? എനിക്കിവിടെ വേണ്ടുന്നത് 15 ഇഞ്ച്. 15 ഇഞ്ച് മാർക്ക് ചെയ്യാം. 15 ഇഞ്ച് കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമുക്കിവിടെ കൈ കുഴിച്ചു വെട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടത് നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് വണ്ണം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ 10-1 ഭാഗം എടുക്കണം. എനിക്ക് കിട്ടിയ ചെസ്റ്റ് വണ്ണം 41. 41ൻ്റെ 4-1 ഭാഗം വരുമ്പോൾ 41ൻ്റെ 10-1 ഭാഗം വരുമ്പോൾ 4.1 വരും. അപ്പോൾ ഈ നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ വരയിൽ നിന്ന് താഴോട്ട് ഇത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ, അതായത് കൈയുടെ ലെന്ത് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുക. അപ്പോൾ എനിക്ക് വേണ്ടത് 15 + 1.5, അപ്പോൾ 16 എടുത്ത് അത്രയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി നമുക്കിവിടെ കൈ കുഴിച്ച് വെട്ടണമല്ലോ. അപ്പോൾ നമുക്ക് ചെസ്റ്റ് വണ്ണം എൻ്റെ കിട്ടിയേക്കുന്നത് 41 ആണ്. 41 വരുമ്പോൾ ഈ ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്ന് 41ൻ്റെ 10 കൊണ്ട് ഹരിക്കണം. 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് 4.1 വരും. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ടേപ്പിൽ നോക്കുക, അല്ലെങ്കിൽ ഫോണിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ 41 10 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എത്ര കിട്ടി? 4.1. ആ ആൻസറാണ് ഇത്. ഇപ്പോൾ 4.1 മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് കണ്ടുപിടിക്കണം. അതും ഈ ചെസ്റ്റ് വണ്ണം അനുസരിച്ച് ആം ഹോൾ റൗണ്ട് മനസ്സിലാക്കാം. ആം ഹോൾ റൗണ്ട് വരുമ്പോൾ 41നെ 10 കൊണ്ട് അരിച്ചപ്പോൾ നമുക്ക് കൈക്കുഴിക്കുള്ളത് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇങ്ങനെ കുഴിച്ച് വെട്ടണ്ടേ? ഇവിടുത്തെ ലെന്ത് കിട്ടി. ആ ലെന്തിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കൈ കുഴിച്ച് വെട്ടുമല്ലോ, അത് കണ്ടുപിടിക്കുന്നതിന് എളുപ്പ വഴിയാണ് 41നെ 10 കൊണ്ട് അരിച്ചപ്പോൾ 4.1 കിട്ടി. ഇനി നമുക്ക് കൈ കുഴിച്ച് വെട്ടാനായിട്ട് 41നെ 4 കൊണ്ട് അരിക്കണം. അപ്പോൾ എത്ര കിട്ടി? 10.25. അപ്പോൾ ഇങ്ങനെ നമുക്ക് 10.25 കിട്ടണം. ഇവിടുന്ന് എവിടെ നമുക്ക് 10.25 കിട്ടുന്ന എവിടെ ഇവിടെ നമുക്ക് കിട്ടി. അപ്പോൾ ഈ 10.25 നമ്മുടെ കൈയുടെ ബോഡി ഷേപ്പ് കുഴിച്ച് വെട്ടേണ്ടത് റിഗാളിൻ്റെ. അന്ന് 10.25 നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഇങ്ങനൊരു ലൈൻ കൊടുക്കുക. ഈ എൻഡിൽ നിന്ന് ഇങ്ങനെ ലൈൻ കൊടുത്തതിന് ശേഷം ഇവിടുന്ന് ഒരു 2 ഇഞ്ച് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഈ കൈ ഇങ്ങനെ ഷേപ്പ് എടുക്കണം. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് കുഴിച്ച് വെട്ടുമല്ലോ, അതിനെന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കാണണം. നമ്മുടെ 10.25 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എത്ര? 10.25ൻ്റെ സെൻറ്റർ എത്ര? 5.25 വരും അല്ലേ? 5ഉം 1 പോയിൻറ്റും കൂടെ വരും. 1 പോയിൻറ്റും വന്നിട്ട് ഇവിടെ നമുക്ക് താഴോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് ഭാഗം കുഴിച്ചു വിട്ടുന്നത് 1/2 ഇഞ്ച്, ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കുഴിച്ചു വിട്ടത് താഴോട്ടൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടുന്ന് 1/2 ഇഞ്ചിൽ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ഇതേപോലെ ഷേപ്പ് എടുക്കാം.
ഇങ്ങനെയാണ് കൈ കുഴിച്ചോട്ട്. ഇനി നമ്മുടെ ഇവിടുത്തെ വണ്ണം എത്രയാന്ന് വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്യുക, അത്രയും മാർക്ക് ചെയ്യുക. 6 ഇഞ്ച് എടുത്തു, 6 വെറും 12, പിന്നെ തയ്യൽ തുമ്പ്. ഓക്കെ, ഇനി നമുക്ക് കുഴിച്ചു വെട്ടാം. കുഴിച്ചു വെട്ടുമ്പോൾ ഇങ്ങനെ വെട്ടാം. ആദ്യം മുകളിലത്തെ ലൈൻ നമ്മുടെ ഇതേപോലെ ബാക്കും ഫ്രണ്ടും കൂടെ ചേർന്നുള്ളത് കണ്ടോ. നമുക്ക് ബാക്ക്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം എടുക്കാം. അന്നേരം ഇത് സെൻറ്ററിൽ ഇത് കട്ട് ചെയ്ത് കേട്ടോ. ഇവിടെ ഈ മടക്കങ്ങ് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് മടക്കിയതിന് ശേഷം കൈ അനുസരിച്ച് ഷേപ്പ് കളയണം. കണ്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഈ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഇടണം. എന്നിട്ട് ഈ ഒരു വശത്തു നിന്ന് വേണം 2 സ്ലീവ് ഉണ്ടല്ലോ, ഇത് ബാക്ക് ഇത് ഫ്രണ്ട്, നമ്മൾ മാർക്ക് ചെയ്തതനുസരിച്ച് ഇവിടുന്ന് കുഴിച്ച് വെട്ടണം. കുഴിച്ച് വെട്ടുമ്പോൾ ഇതുണ്ട് കണ്ടോ, നമ്മുടെ ഈ സെൻറ്ററിലാണ് പോകേണ്ടത്. അരയിഞ്ച് ആ പോയിന്റ് മുതൽ കത്രികയുടെ തുമ്പുണ്ട് കണ്ടോ. മുകളിലോട്ട് ചെല്ലുമ്പോൾ ടച്ച് ചെയ്തങ്ങ് പോയാൽ മതി. അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് കളയേണ്ടത്. ഇത്രയും ഭാഗമുള്ളൂ നമുക്ക് കളയാനായിട്ട്. കൈ കുഴിച്ച് വെട്ടുന്ന രീതിയാണ് പറഞ്ഞു തന്നേക്കുന്നത്, എളുപ്പ വഴി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രണ്ട് ഭാഗമാണെന്ന് അറിയാൻ വേണ്ടി നോട്ട് ഇട്ടേക്കണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ തന്നെ വരണം. നമ്മൾ ചുരിദാർ ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വരണം. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ കൈയുടെ വണ്ണം മാർക്ക് ചെയ്തു. ഞാനാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് കേട്ടോ. എളുപ്പമായി പല രീതിയുണ്ട്, ഓരോന്നും നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുന്ന രീതി എല്ലാവരും മനസ്സിലാക്കിയല്ലോ. എല്ലാവരും ചെയ്ത് നോക്കണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓൺലൈൻ ക്ലാസ് ഉണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ വരിക. ചുരിദാർ, ബ്ലൗസ്, നൈറ്റി, ഫ്രോക്ക്, ഗൗണ്, അതുപോലെ തന്നെ പട്ടുപാടയും ബ്ലൗസും, പിന്നെ എല്ലാ മോഡലും ഇപ്പോഴത്തെ ഫ്രോക്ക് മോഡൽ നൈറ്റിയൊക്കെ ഉണ്ടല്ലോ, പല രീതിയിലുള്ള അതും എല്ലാ മോഡലുമാണ് പഠിപ്പിക്കുന്നത്. 6 മാസത്തെ കോഴ്സാണ്. ഇപ്പോൾ പുതിയ ട്രെൻഡിയായിട്ട് നിൽക്കുന്ന എല്ലാ മോഡലും ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. എല്ലാവരും ഈ ചെറിയ പീസിൽ പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടാൻ വേണ്ടിയാണ്. അന്നേരം ഈ 500 രൂപയാകുമ്പോൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റും ചെറിയൊരു പീസിൽ. അപ്പം എത്ര പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരായാലും ചേരുക, അവർക്കൊരു ജീവിതമാർഗമായിരിക്കും. അപ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്തി അവർക്കൂടെ പഠിക്കാൻ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ 500 രൂപ ഫീസിൽ പഠിപ്പിക്കുന്നത്. നിങ്ങളിപ്പം പുതിയ എന്തെങ്കിലും ഒരു മോഡൽ കൊണ്ടുവന്നിട്ട് എനിക്കിത് വേണം, ഇത് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്തു തരും. അപ്പോൾ എനിക്കറിയാവുന്ന എല്ലാ മോഡലനുസരിച്ചും ഞാൻ ചെയ്തു തരാം. നിങ്ങൾ പഠിച്ച് പ്രാപ്തരാകുക. ഓക്കെ, ആർക്കും ചേരാം. വീട്ടിലിരിക്കുന്ന അമ്മമാർക്കോ പിന്നെ കുട്ടികൾക്കോ ആർക്ക് വേണമെങ്കിലും ചേർന്ന് പഠിക്കാം. നിങ്ങളുടെ സമയം അനുസരിച്ച് ക്ലാസ് കാണാം. വാട്സപ്പിലൂടെ ക്ലാസ് വരും, നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. നിങ്ങളുടെ സമയം അനുസരിച്ച് ഓപ്പൺ ചെയ്ത് ഓരോന്ന് ചെയ്തതിന് ശേഷം എനിക്ക് ഫോട്ടോ ഇട്ട് തരണം വാട്സപ്പിൽ. എന്നിട്ട് ഞാനത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കുറവുകളെല്ലാം ഉണ്ടെങ്കിൽ പറയും. ലൈവായിട്ട് വരും. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ ഞാൻ കൂടെ ഉണ്ടാവും പഠിച്ച് തീരുന്നവരെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു സ്റ്റിച്ചിങ് വീഡിയോ കാണിച്ചു തരാം ടോപ്പിൻ്റെ കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ബോഡി വെട്ടിയപ്പം ഇവിടെ ഒരു കട്ട് ഉണ്ടായിരുന്നു ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യപ്പോഴേ. അതങ്ങ് ഒഴിവാക്കാൻ, ആ സ്ലീവ് അങ്ങ് ഒഴിവാക്കാനും വെച്ചേണ്ട. ഇപ്പം വേറെ തുണി കിട്ടിയപ്പം ആ തുണിയിൽ ഇത് സ്ലീവ് കട്ട് ചെയ്തത്. ഓക്കെ, ഇവിടെ അന്നേരം ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് സ്ലീവ് കിട്ടി. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു തന്നേക്കുന്നത്. പല രീതിയിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഓരോരോ നമ്മൾ പഠിക്കും തോറും വിദ്യകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് മടക്കുന്നിടത്ത്
കട്ട് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് മടക്കാനാണ്. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും കണ്ട് പഠിക്കട്ടെ കേട്ടോ. ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരുക. ഓക്കെ.